തിരുവനന്തപുരം കഴക്കൂട്ടത്തിന് വളരെ അടുത്തായിട്ട്, അതായത് കഴക്കൂട്ടം ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഒരു 800 മീറ്റർ വന്നു കഴിഞ്ഞാൽ ഒരു 14.5 സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്കുണ്ട്. അത് 2 പ്ലോട്ടായിട്ട് വേണമെങ്കിൽ ആ രീതിയിലും കൊടുക്കും. നമ്മുടെ പ്രോപ്പർട്ടി നമുക്ക് ഈസിലി ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. കഴക്കൂട്ടത്ത് നിന്ന് ഒത്തിരിയധികം വഴികളുണ്ട്. അതായത് നമ്മുടെ ഗോദ ടർഫിന് തൊട്ടടുത്തായിട്ടാണ് പ്രോപ്പർട്ടി കേട്ടോ. അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് തിരിഞ്ഞ് ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഗോദ ടർഫ്. നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് ഈ റൈറ്റ് സൈഡിലുള്ള പ്ലോട്ടില്ല, അത് കഴിഞ്ഞിട്ടുള്ള പ്ലോട്ടാണ് നമ്മുടേത് കേട്ടോ. 14.5 സെൻറ്റ് സ്ഥലമുണ്ട്. നമുക്ക് ആ പ്ലോട്ടിലേക്ക് നിലവിലുള്ള എൻട്രൻസ് ഈ റോഡിങ്ങനെ കയറുമ്പോൾ തന്നെ വലത്തോട്ടൊരു കോൺക്രീറ്റ് റോഡ്, വലിയൊരു റോഡ് കയറും. ആ റോഡ് കയറിയിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടിയിൽ നിലവിൽ എൻട്രൻസ് വരുന്നത്. പക്ഷേ പ്രോപ്പർട്ടി വന്നിട്ട് ഈസ്റ്റ് ഫേസിംഗ് ആണ്. ഈ സൈഡിലോട്ട് ഈസ്റ്റ്, അതുപോലെ തന്നെ ഈസ്റ്റിലൂടെ തന്നെ നീരൊഴുക്കുണ്ട്. ഇങ്ങനെ വാസ്തുപരമായിട്ട് കുറേ കാര്യങ്ങളിൽ ബെനിഫിറ്റുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഇഫ് ഇൻ കേസ് നിങ്ങൾക്ക് ഈ ഒരു റോഡ് ഫേസിങ്ങിൽ തന്നെ പ്രോപ്പർട്ടി ആക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ പാലം ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇവിടുത്തെ പാലവും ഈ റീറ്റെയിനിങ് വാളും ചേർത്തിട്ട് ഒരു എസ്റ്റിമേറ്റ് ഇപ്പോൾ അവർ കൊടുത്തിട്ടുണ്ട്. 4 ലക്ഷം രൂപയ്ക്കാണ് ആ ഒരു എസ്റ്റിമേറ്റ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ രീതിയിൽ തന്നെ ഇവിടെ ചെയ്തെടുക്കാവുന്നതാണ്. ഇതിൻ്റെ തൊട്ടടുത്തുള്ള പ്ലോട്ടിൽ അവർ നല്ല വീതിയുള്ള, ഏകദേശം ഒരു 4-4.5 മീറ്റർ വീതിയുള്ള ഒരു പാലം ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈസ്റ്റ് ഫേസിങ്ങിൽ നമുക്കിവിടെ നിന്ന് നല്ല വിസിബിലിറ്റിയിൽ അടിപൊളി ഒരു വീട് ചെയ്യാം കേട്ടോ. അപ്പോൾ 2 പ്ലോട്ട് ആക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഈ വശത്ത് ഫേസ് ചെയ്യുന്ന പ്ലോട്ടിന് എന്തായാലും നമുക്ക് ആ ഒരു പാലം ചെയ്ത് കഴിഞ്ഞാൽ നീറ്റായിരിക്കും. പിൻവശത്തെ പ്ലോട്ടിന് ബാക്കിലത്തെ ഒരു വഴി ഉണ്ടാവും. നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് വരുന്നത് ഒന്ന് ഗോദ ടർഫിലേക്ക് വരുന്ന വഴി പറഞ്ഞു തരാം. കഴക്കൂട്ടത്ത് നിന്ന് നമ്മുടെ മഹാദേവ ക്ഷേത്രത്തിൻ്റെ അടുത്ത് നിന്നോ അല്ലെങ്കിൽ കാര്യവട്ടത്ത് നിന്ന് വരുമ്പോൾ കഴക്കൂട്ടം ജംഗ്ഷന് തൊട്ട് മുന്നേ വലത്തോട്ട് കയറി വന്നു കഴിഞ്ഞാൽ ഒരു ജംഗ്ഷൻ വരും. ആ ജംഗ്ഷനിൽ വരുമ്പം തന്നെ ഇടതുവശത്തായിട്ട് തോട് കാണാം. ആ തോടിൻ്റെ കര പിടിച്ച് നമ്മൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് ഈ വൃത്തിയാക്കി ഇട്ടിരിക്കുന്ന പ്രോപ്പർട്ടി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഞാൻ ഇതിൻ്റെ പിൻവശത്തൂടെ നിന്ന് കണ്ടതിന് ശേഷം ഇതിൻ്റെ വില പറഞ്ഞുതരാം. നമുക്ക് ആ മെയിൻ റോഡിൽ നിന്ന് ഗോദ ടർഫിൻ്റെ ആ ഒരു വഴിയിലേക്ക് ജസ്റ്റ് ഇങ്ങനെ കയറി വരുമ്പോഴത്തേക്കും വലത്തോട്ട് കാണുന്ന ഈ റോഡ് കേട്ടോ. അതായത് ഫസ്റ്റ് തന്നെ ആദ്യം ഇതുപോലൊരു കോൺക്രീറ്റ് റോഡ് കയറാം. ഇത് കയറുന്ന ഉടനെ റൈറ്റ് സൈഡിലായിട്ട് തന്നെ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് എൻട്രൻസ് ആയി. ഈ കാണുന്ന പ്ലോട്ട് വേറെയാണ്. നമുക്കിത് കഴിഞ്ഞിട്ട് അവിടെ അതിര് തിരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ നോക്കിയാൽ തൊട്ടടുത്തായിട്ട് ഈ കെട്ടിടം കഴിഞ്ഞ അടുത്ത കോമ്പൗണ്ടാണ് ഗോദ ടർഫ്. അപ്പോൾ ആ രീതിയിൽ ഈസിലി നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. ഗൂഗിൾ മാപ്പിൽ ഗോദ ടർഫ് ഇട്ട് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് പ്രോപ്പർട്ടിയിലേക്ക് എത്താം കേട്ടോ. നമുക്കിതാ ഈ റോഡിൽ നിന്ന് ആക്സസ് വരുന്ന രീതിയിൽ പ്രോപ്പർട്ടിയിലേക്ക് എൻട്രൻസ് കിട്ടും. ഇനി അതല്ല, ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ആ റോഡിൽ നിന്ന് ആക്സസ് വേണമെന്നുണ്ടെങ്കിൽ ഒരു പാലം ചെയ്യേണ്ടി വരും കേട്ടോ. പക്ഷേ പാലം ചെയ്യണ വലിയ കോസ്റ്റ് ഒന്നും വരത്തില്ല. എൻ്റെ അഭിപ്രായത്തിൽ ഈ പ്രോപ്പർട്ടി എടുക്കുന്നവർ മൊത്തത്തിലെടുത്തിട്ട് അവിടെ നിന്നൊരു പാലം ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല പൊക്കപ്പുറത്ത് അടിപൊളിയായിട്ട് വീട് വയ്ക്കാം. ആ റോഡിൽ നിന്നൊക്കെ പോകുമ്പോഴത്തേക്കും നല്ല വിസിബിലിറ്റി ആയിരിക്കും. ഇതിൻ്റെ തൊട്ടടുത്ത പ്ലോട്ടിനേക്ക് വേണ്ടി അവർ നല്ല അടിപൊളി ഒരു പാലവും ആ റീറ്റെയിനിങ് വളവുമൊക്കെ ചെയ്ത് നീറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ചെയ്തെടുത്താൽ മതി. ഈ പറഞ്ഞ പോലെ ഒരു 4 രൂപ റേഞ്ചിന് നിങ്ങൾക്ക് ആ ഒരു പണി തീർത്തെടുക്കാൻ പറ്റും. റോഡിൽ നിന്നുള്ള വിസിബിലിറ്റി ഉണ്ടോ, എന്ത് ഭംഗിയാന്ന് നോക്കി. പിന്നെ ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ തൊട്ടടുത്തായിട്ടാണ് നമ്മുടെ ടെക്നോ പാർക്കിൻ്റെ ഫേസുകൾ. ഈ റോഡ് നേരെ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ പുന്നാട്ട് ക്ഷേത്രം, അതിൻ്റെ തൊട്ടടുത്തായിട്ട് ടാറ്റ LC ഇപ്പോൾ ഒരു പുതിയ കെട്ടിടം വർക്ക് കിടക്കുന്നുണ്ട്. അത് ഏകദേശം ഫിനിഷായി. നമ്മുടെ കിൻഫ്രയോട് ചേർന്നിട്ടാണ്. അതിവിടെ അടുത്താണ്. പിന്നെ സ്കൂൾസ് ആണെങ്കിൽ ഒത്തിരി അധികം ഉണ്ട്. അലൻ ഫെൽട്ട്മാൻ സ്കൂളൊക്കെ നമുക്ക് ഈ വഴി തന്നെ പോകാൻ സാധിക്കും. ഇവിടെ നിന്ന് വേണമെങ്കിൽ ചന്തവളയും നമുക്ക് കയറാൻ പറ്റും. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൻ്റെ അങ്ങോട്ടേക്ക് പോകാൻ പറ്റും. ആ രീതിയിൽ ആക്സസ് വരുന്ന ഒരു ലൊക്കേഷനാണ്. ഉദ്ദേശിക്കുന്ന വില പെർസെൻറ്റ് വന്നിട്ട് 9.5 ലക്ഷം രൂപയാണ്. ഈ പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട്. മൊത്തത്തിൽ 14.5 സെൻറ്റോ ഏകദേശം ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള പ്രോപ്പർട്ടിയാണ് കേട്ടോ. ഇവിടെ നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇതിനകത്തിന് 2 പ്ലോട്ടായിട്ട് ഒരു 5.5 സെൻറ്റ്, 9 സെൻറ്റ് അല്ലെങ്കിൽ 7.5 സെൻറ്റോ 8 സെൻറ്റോ അങ്ങനെയുള്ള 2 പ്ലോട്ടായിട്ടൊക്കെ നിങ്ങളുടെ ആവശ്യാനുസരണം നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഡിവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്ലോട്ടിന് വന്നിട്ട് ഈ റോഡ് ഫേസിങ്ങും ഒരു പ്ലോട്ട് വന്നിട്ട് ആ റോഡ് ഫേസിങ്ങുമായിട്ട് ചെയ്യാൻ സാധിക്കും. താല്പര്യമുള്ളവർ നേരിട്ട് ഉടമയെ വിളിച്ച് ഡീലായിരിക്കും.